അപ്പോൾ 5ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് ഇംഗ്ലീഷിലെ പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രൊഫൈൽ എഴുതാം എന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു സംശയം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ്, നിങ്ങളുടെ എക്സാമിന് ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല ഇതുപോലെ ആയിരിക്കും. നമുക്ക് ഒരാളെ പറ്റി ആണ് നമുക്ക് പ്രൊഫൈൽ എഴുതാനുണ്ടാവുക. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് നമുക്കിത് ഹിൻ്റായിട്ട് തരും. നെയിം, ബോൺ, എഡ്യൂക്കേഷൻ, ഫേമസ് ആസ്, നോട്ടബിൾ വർക്ക്സ്, ഡൈഡ്. നമുക്കിതാ കുറച്ച് ഹിൻറ്റുകൾ തരും. എന്നിട്ട് ആ ഹിൻറ്റുകൾ നമ്മൾ സെൻറ്റൻസുകളാക്കിയിട്ട് എഴുതണം. ആ സെൻറ്റൻസുകളാക്കി എഴുതുന്നതിനാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുക. അപ്പോൾ എങ്ങനെ ഒരാളുടെ പ്രൊഫൈൽ എഴുതാം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് ഹിൻസ് ഉണ്ടാവും. ആ ഹിൻസ് നമ്മൾ സെൻറ്റൻസ് ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓരോ ഹിൻറ്റുകളും ഓരോ സെൻറ്റൻസുകളാക്കി മാറ്റാം എന്നതാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ പ്രൊഫൈൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രൊഫൈൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തരുന്ന ഹിൻസ് ചിലത് ഇങ്ങനത്തെ ആയിരിക്കും. നെയിം ഓഫ് ദ പേഴ്സൺ തരും, ആരാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി ആരാണെന്ന് തരും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അയാൾ ജനിച്ച വർഷം, മാസം, തീയതി, ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് തരിക. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് തരും. പിന്നെ നെയിം ഓഫ് പാരൻസ് തരാം, അതായത് ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ. പിന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അൽമാ മാറ്റർ. അൽമാ മാറ്റർ എന്ന് പറഞ്ഞാലും എഡ്യൂക്കേഷൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അൽമാ മാറ്റർ എന്ന് വരാം, പക്ഷേ കൂടുതലും എഡ്യൂക്കേഷൻ തന്നെയാണ് വരിക. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ വേറൊരു പേരാണ് അൽമാ മാറ്റർ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. വർക്ക്സ് അല്ലെങ്കിൽ ബുക്സ്, അതായത് വർക്ക്സ് എന്ന് പറഞ്ഞാൽ കൃതികളാണ്, അദ്ദേഹം രചിച്ച കൃതികൾ. ഇപ്പോൾ ഒരു സാഹിത്യകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃതികൾ എഴുതുമല്ലോ, അപ്പോൾ ആ വർക്കുകൾ തരാം. പിന്നെ നമുക്ക് അവാർഡ്സ് തരാം. അദ്ദേഹത്തിന് ഏതൊക്കെ അവാർഡുകളാണ് ലഭിച്ചതെന്ന് തരാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഡെത്ത്, എന്നാണ് അദ്ദേഹം മരിച്ച തീയതി, മാസം, വർഷം, ഇത് മൂന്നും നമുക്ക് തരാം. അപ്പോൾ ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത്രയും ഹിൻറ്റുകളാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് ഓരോന്നും ഇങ്ങനെ തന്നിട്ടുള്ള ഓരോ ഹിൻസ് നമ്മൾ സെൻറ്റൻസുകളാക്കി മാറ്റണം. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഹെഡിങ് കൊടുക്കാൻ നിങ്ങൾ എന്ത് ഹെഡിങ് ആയിട്ട് കൊടുക്കാം, ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈലാണ് എഴുതുന്നുണ്ടെങ്കിൽ ഹെഡിങ് ആയിട്ട് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് വില്യം വേർഡ്സ്വർത്ത് എന്ന് കൊടുക്കാം. പിന്നെ ഹെഡിങ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വലിയക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതാൻ പറ്റുന്നത്, അത്രയും നല്ലത് കേട്ടോ. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ, എല്ലാ അക്ഷരവും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമുക്ക് ഉള്ളതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞു, ഒരു മാസം, തീയതി, വർഷമായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അത് എങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഇങ്ങനെയാണ്, ഹീ വാസ് ബോൺ ഓൺ February 21. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന് ഓണ്, ഒന്ന് ഇന്ന്. ഈ ഓണം ഇന്നും നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ നോക്കിക്കോം, ഇവിടെ ഒരു മാസം ഒരു തീയതിയല്ലേ, ഒരു മാസം ഒരു തീയതിയാണ്. ഒരു മാസം ഒരു തീയതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ ഓണാണ് ചേർക്കേണ്ടത്. ഓൺ February 21, ഓൺ March 23, ഓൺ September 23, അങ്ങനെയാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഒരു മാസം ഒരു തീയതിയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഓണാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഒരു വർഷമാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ വർഷത്തിന് തൊട്ട് മുൻപ് നിങ്ങൾ ഇന്നാണ് ചേർക്കേണ്ടത്. ഇൻ 1998, ഇൻ 2012, അങ്ങനെ ഒരു വർഷത്തിന് തൊട്ട് മുമ്പ് ഇന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന്, ഒരു മാസം ഒരു തീയതി ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഓണ്, ഒരു വർഷത്തിന് തൊട്ട് മുമ്പ് ഇന്ന്. ഓക്കെ, അതാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്കുള്ളത് ഫേമസ് ആസ്, അതായത് അദ്ദേഹം എന്തിലാണ് പ്രശസ്തനായിട്ടുള്ളത്, അതാണ് ഫേമസ് ആസ്. ഈ ഫേമസ് ആസ് എന്ന് പറഞ്ഞ ഹിൻറ്റ് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് എഴുതാൻ പറ്റും. അല്ലെ, ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി എക്സാമിന്. അപ്പോൾ അതിൽ രണ്ട് രീതിക്ക് എഴുതാം. അതിൽ ഒന്നാമത്തതാണ് ഹി വാസ് ഫേമസ് ആസ്. പിന്നെ എന്തിലൊക്കെയാണോ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് അതിങ്ങനെ നേരെ ഇങ്ങനെ കോമയിട്ട് എഴുതി കൊടുക്കാം. പിന്നെ പോയറ്റ്, അതുപോലെ നോവലിസ്റ്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയറ്റ് കോമ നോവലിസ്റ്റ് കോമ എസ്സൈസ്റ്റ്,
അങ്ങനെ അങ്ങനെ കോമ ഇട്ട് ഇങ്ങനെ എഴുതാം. പിന്നെ ലാസ്റ്റ് ആൻഡ് പിന്നെ ഏതാണുള്ളത് അത് നിങ്ങൾ ലാസ്റ്റ് എഴുതാം കേട്ടോ. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫേമസിന് പകരം നിങ്ങൾക്ക് റിനൗണ്ട് എന്ന് കൊടുക്കാം. റിനൗണ്ട് രണ്ടിൻ്റെ മീനിങ് എന്താ, ഫേമസ് തന്നെയാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകിൽ ഫേമസ് ആസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിനൗണ്ട് ആസ് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് പറയാനുള്ളതാണ് പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം എവിടെയാണെന്ന്. നോക്ക്, നമ്മൾ നേരത്തെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലേസ് ഓഫ് ബർത്തിലും ഇന്നും അറ്റും ഉപയോഗിക്കണം. ഏതൊക്കെയാണ്? ഇന്നും അതുപോലെ തന്നെ അറ്റും. ഈ ഇന്നും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ വേറെ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നോക്കുക, ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രാജു വാസ് ബോൺ ഇൻ കേരള. അതുപോലെ അടുത്തതോ, രാജു വാസ് ബോൺ അറ്റ് മലപ്പുറം. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, ഇവിടെ നമുക്കറിയാം ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വലിയ സ്ഥലത്തിന് തൊട്ട് മുൻപ് ഇന്നാണ് നമ്മൾ ഉപയോഗിക്കുക. വലിയൊരു സ്ഥലത്തിന് തൊട്ട് മുമ്പ് ഇന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ സ്ഥലം, ഇപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ച് മലപ്പുറം ചെറുതല്ലേ, അപ്പോൾ ആ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അറ്റാണ് ഉപയോഗിക്കുക കേട്ടല്ലോ. അറ്റ് മലപ്പുറം, അറ്റ് കോഴിക്കോട്, അറ്റ് ഓക്കെ, വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ആ അറ്റ് ചേർക്കുക. അപ്പോൾ ചെറിയ സ്ഥലങ്ങൾക്ക് തൊട്ട് മുൻപ് നമ്മൾ ഏതുപയോഗിക്കും? അറ്റ് ഉപയോഗിക്കും. ഇനി അതല്ല, ഒരു വലിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ വലിയ ഏരിയ ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ കേരള, ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ ഇൻ അമേരിക്ക. അങ്ങനെ വലിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. അത് രണ്ടും ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. വലിയ സ്ഥലത്തിന് തൊട്ട് മുൻപ് ഇന്നാണ് ഉപയോഗിക്കുക. ചെറിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അറ്റാണ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസും കമ്പൈൻ ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാ? രാജു വാസ് ബോൺ അറ്റ് മലപ്പുറം ഇൻ കേരള. അങ്ങനെയും കൊടുക്കാം കേട്ടല്ലോ. രാജു വാസ് ബോൺ അറ്റ് മലപ്പുറം ഇൻ കേരള. അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട്, അപ്പോൾ ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് റെഡിയാണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് നെയിം ഓഫ് പാരൻസ്, അതായത് രക്ഷിതാക്കളുടെ പേര്, നെയിം ഓഫ് പാരൻസ്. നമുക്കറിയാം രണ്ട് രീതിക്കാണ് നമുക്ക് എഴുതാൻ പറ്റുക, രണ്ട് രീതിക്ക്. അപ്പോൾ അതിൽ നിങ്ങളിവിടെ നോക്ക്, രണ്ട് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഹിസ് പാരൻസ് ആർ സുനിൽ ആൻഡ് രമ. അതുപോലെ രണ്ടാമത്തെ സെൻറ്റൻസോ, ഹിസ് പാരൻസ് വേർ സുനിൽ ആൻഡ് രമ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാം, ആറും വേറും രണ്ട് രീതിക്ക് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കി വയ്ക്കുക, ഇപ്പോൾ ഒരു വ്യക്തിയുടെ പാരൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതൽ ഹിസ് പാരൻസ് ആർ സുനിൽ ആൻഡ് രമ, അല്ലെങ്കിൽ പാരൻസിൻ്റെ പേരെന്താണോ അത്. ഹിസ് പാരൻസ് ആർ, പിന്നെ പാരൻസിൻ്റെ പേര്. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാരൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിന് തൊട്ട് മുൻപ് ആറ് യൂസ് ചെയ്യും. ഇനി അതല്ല, അവർ മരിച്ചുപോയ ആളുകളാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപ് വേറുപയോഗിക്കണം. റെഡിയാണല്ലോ, വേറുപയോഗിക്കണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന പാരൻസ് ആണെങ്കിൽ തൊട്ട് മുൻപ് ആറ് ഉപയോഗിക്കണം. ഇനി മരിച്ചുപോയ പാരൻസ് ആണെങ്കിൽ തൊട്ട് മുൻപ് വേറുപയോഗിക്കണം. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് പാരൻസ് റെഡിയാണെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അടുത്തത് എഡ്യൂക്കേഷൻ ആണ് അടുത്തത്. എഡ്യൂക്കേഷൻ നോക്കണേ. എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇതാ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം കേരള യൂണിവേഴ്സിറ്റി അറ്റ് തിരുവനന്തപുരം ഇൻ കേരള. നമ്മൾ നേരത്തെ നോക്കി കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം കേരള. അപ്പോൾ നിങ്ങളവിടെ ആലോചിച്ച് വെക്കുന്ന ഫ്രേസ് ഇതാണ് നിങ്ങളവിടെ ആലോചിച്ച് വെക്കേണ്ടത്. ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം, പിന്നെ ഏതാണോ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. പിന്നെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് അറ്റ് വെച്ചിട്ട് കൊടുക്കാം, ഇന്ന് വെച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ അറ്റ് തിരുവനന്തപുരം ഇൻ കേരള. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ സ്ഥലമാണ്, അതിന് തൊട്ടുമുമ്പ് അറ്റ് ഉപയോഗിച്ചു. വലിയ സ്ഥലമായതുകൊണ്ട് തൊട്ടുമുമ്പ് ഇന്ന് ഉപയോഗിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളിവിടെ ആലോചിച്ച് വെക്കേണ്ട ഫ്രേസ് ഏതാണ്? ഇവിടെ ആലോചിച്ച് വെക്കേണ്ട ഫ്രേസ് ഇതാ, ഹീ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം. പിന്നെ ഏതാണോ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ സ്കൂള് അതിൻ്റെ പേര് എഴുതി കൊടുക്കുക. റെഡി? അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അൽമാ മാറ്റർ എന്ന് തന്നു. അൽമാ മാറ്റർ, അപ്പോൾ അൽമാ മാറ്റർ എന്നാണ് ഹിൻ്റായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ എഴുതിയ പോലെയല്ല, ചെറിയൊരു മാറ്റമുണ്ട്. അൽമാ മാറ്റർ എന്ന് നിങ്ങൾക്ക് ഹിൻ്റായിട്ട് തന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഹി വാസ് ആൻ അലൂംനസ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കുന്ന ഫ്രേസ് ഇതാ, ഹി വാസ് ആൻ അലുംനസ്. അലുംനസ് എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി എന്നാണ്. അപ്പോൾ അലുമിനസ് ഓഫ് ഏതാണോ ആ യൂണിവേഴ്സിറ്റി അതിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഹി വാസ് ആൻ അലുമിനസ് ഓഫ്
ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. ഇനി അതല്ല, ഇനി ഒരു അൽമാ മാറ്റർ ഒരു സ്ത്രീയുടെ പേര് കൊടുത്താൽ നമ്മളവിടെ ചേർക്കേണ്ടത് അലുംനസ് അല്ല, അലുംന. ഓക്കെ, അലുംന എന്ന് കൊടുക്കണം. ഷീ വാസ് ആൻ അലുംന ഓഫ് ഏത് യൂണിവേഴ്സിറ്റിയാണോ അതിൻ്റെ പേര് കൊടുക്കുക. റെഡി? ഓക്കെ, അപ്പോൾ ഇതൊന്നും ആലോചിച്ച് വെച്ചേക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് വർക്ക്സ് അല്ലെങ്കിൽ ബുക്സ്, അദ്ദേഹത്തിൻ്റെ കൃതികളും പുസ്തകങ്ങളും ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്. ഓക്കെ, ഹിസ് അല്ലെങ്കിൽ ഹെർ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഹെർ, അതുപോലെ പുരുഷനാണെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതാണ് സിമ്പിളായിട്ടുള്ളത്. സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിലോ, ഹീ ഗെയിൻഡ് റെക്കഗ്നൈസേഷൻ ഫോർ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡിങ്. പിന്നെ ആ പുസ്തകത്തിൻ്റെ പേര് ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. കേട്ടല്ലോ, ഇവിടെ അതുപോലെ തന്നെ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ പേരുകൾ എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തരും, അത് നിങ്ങൾ ഇങ്ങനെ നേരെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. റെഡി? വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതും എഴുതാം. കേട്ടല്ലോ, അപ്പോൾ വാക്സിൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് അവാർഡ്സ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അവാർഡുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അപ്പോൾ അവാർഡുകൾ എഴുതുന്നത് സിമ്പിളായിട്ട് നമുക്ക് എന്തിങ്ങനെ പറയാം, ഹി വാസ് അവാർഡഡ്. പിന്നെ ഏതൊക്കെയാണോ അവാർഡിൻ്റെ പേര് അതിങ്ങനെ നേരെ എഴുതി കൊടുക്കുക. ഹി വാസ് അവാർഡഡ് പത്മശ്രീ, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അങ്ങനെ നിങ്ങൾ ഏതൊക്കെ ഹി വാസ് അവാർഡഡ് എന്ന് കഴിഞ്ഞിട്ട് ആ അവാർഡിൻ്റെ പേരുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. റെഡി? പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വേറെ ഒരു രീതിക്ക് പറയാം, ഹി വാസ് ഹോണേഡ് എന്നും പറയാം. ഹി വാസ് ഹോണേഡ്. പിന്നെ ഏതൊക്കെയാണോ അവാർഡിൻ്റെ പേര് അത് നേരെ ഇങ്ങനെ എഴുതി കൊടുക്കുക. കേട്ടല്ലോ, അപ്പോൾ അവാർഡഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അത്ര മനസ്സിലാക്കി വയ്ക്കുക. ഹി വാസ് അവാർഡഡ് അല്ലെങ്കിൽ ഹി വാസ് ഹോണേഡ്. പിന്നെ അവാർഡിൻ്റെ പേര് ഇങ്ങനെ നേരെ എഴുതി കൊടുക്കും. അത്രയും. ഇനി അടുത്തത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് എങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് പറയാം. ഒന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഹി ഡൈഡ് ഓൺ, പിന്നെ ആ മാസം തീയതി അങ്ങനെ കൊടുക്കാം. ഹി ഡൈഡ് ഓൺ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, ഹി പാസ്ഡ് അവേ ഓൺ February 22, 1976 ഇൻ അമേരിക്ക. കേട്ടല്ലോ, അപ്പോൾ പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ മരിക്കുകയാണ്, മരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഹിൻ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ഹി പാസ്ഡ് അവേ എന്ന് പറഞ്ഞ ഫ്രേസ് ഉപയോഗിക്കുക. കേട്ടല്ലോ, ഹി പാസ്ഡ് അവേ ഓൺ February 22. ഇവിടെ കണ്ടോ, ഒരു മാസം തീയതി, അതിന് തൊട്ട് മുമ്പ് ഓൺ വന്നു. പിന്നെ 1976, പിന്നെ അമേരിക്ക ഒരു വലിയ സ്ഥലമായതുകൊണ്ട് തൊട്ട് മുമ്പ് ഇന്ന് വെച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, പിന്നെ ഈ നമ്മളുടെ ഇന്ന്, ഓണ്, അറ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെ ഉപയോഗം നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഫൈലിൽ ഉപയോഗിക്കണം. ഇന്നും മോണും മറ്റുമൊക്കെ എവിടെയാണ് ഉപയോഗിക്കുകയെന്ന്. കേട്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം മാർക്ക് ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ടീച്ചർ മാർക്ക് ഇടുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇന്നിൻ്റെ ഉപയോഗം മറ്റിൻ്റെ ഉപയോഗമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ മാർക്കുകൾ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ഹിൻറ്റുകളും എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 2-3 ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. കേട്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് R.L. സ്റ്റീവൻസൺ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ R.L. സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ആ വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള വ്യക്തിയുടെ പേരെന്താ, R.L. സ്റ്റീവൻസൺ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആൻസറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് R.L. സ്റ്റീവൻസൺ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലെങ്കിൽ വലിയ അക്ഷരത്തിൽ നമ്മൾ ആ ആളുടെ പേരെഴുതി കണ്ടോ, ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അദ്ദേഹം ജനിച്ച കാര്യം നമുക്ക് പറയണം അല്ലേ. പിന്നെ നമുക്ക് ജനിച്ച കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, R.L. സ്റ്റീവൻസൺ വാസ് ബോൺ ഓൺ November 13, 1815 അറ്റ് എഡിൻബർഗ് ഇൻ സ്കോട്ട്ലൻഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. വാസ് ബോൺ ഓൺ November 13, അതിന് തൊട്ട് മുൻപ് ഓൺ ഉപയോഗിക്കുക. പിന്നെ 1815, പിന്നെ അറ്റ് എഡിൻബർഗ് എന്ന് പറയുമ്പോൾ ഈ സ്കോട്ട്ലൻഡിനെ വെച്ച് നോക്കുമ്പോൾ എഡിൻബർഗ് ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ അറ്റ് എഡിൻബർഗ് ഇൻ സ്കോട്ട്ലൻഡ്. ഓക്കെ ആണല്ലോ. അടുത്ത്, ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്
പോയറ്റ്, എസ്സേയിസ്റ്റ്, ആസ് വെൽ ആസ് എ ട്രാവൽ റൈറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫേമസ് ആസ്. അപ്പോൾ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് എന്തിലൊക്കെയാണ്? നോവലിസ്റ്റാണ്, പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ ട്രാവൽ റൈറ്ററാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ്, ആസ് വെൽ ആസ് എ ട്രാവൽ റൈറ്റർ. ഓക്കെ, നമ്മളതും എഴുതി. പിന്നെ അടുത്ത് നോക്കണം, അടുത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ്. സിമ്പിളായിട്ട് നമ്മളത് എഴുതി. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ്. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നിട്ടുണ്ട്. ആ കൃതികൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡെ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നോട്ടബിൾ വർക്ക്സ്, പിന്നെ വർക്കുകൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റൻസ് ആക്കി എഴുതി. ഓക്കെ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ആ വർക്കുകളുടെ പേര് നേരെ എഴുതി. പിന്നെ അടുത്തത് ലാസ്റ്റ് ഡൈഡ് ആണ്. മരിച്ച വർഷം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹി പാസ്ഡ് അവേ ഓൺ December 3 in 1894. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു മാസം തീയതിയാണ്. ആ മാസം തീയതിക്ക് തൊട്ട് മുൻപ് നമ്മൾ ഓൺ ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വർഷം കാണാൻ പറ്റുന്നുണ്ട്. ആ വർഷത്തിന് തൊട്ട് മുമ്പ് ഇൻ ഉപയോഗിച്ചു. കേട്ടല്ലോ? അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളൊരു പ്രൊഫൈൽ തയ്യാറാക്കാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒരു മനോഹരമായ ബോർഡറൊക്കെ വരച്ച് വയ്ക്കാം. അങ്ങനെ ബോർഡറൊക്കെ വരയ്ക്കുമ്പോൾ ടീച്ചർക്ക് കുറച്ചും കൂടെ ഇമ്പ്രഷൻ തോന്നും. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോർഡർ വരച്ച് എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലുള്ള മാർക്കുകൾ മുഴുവനായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും goodbye.